മനുഷ്യനാഗരികതയുടെ വികാസത്തിലെ ഒരു അടിസ്ഥാന ഘടകമാണ് തീ. അതിജീവനം, സാങ്കേതിക പുരോഗതി, സാംസ്കാരിക വികസനം എന്നിവയുൾപ്പെടെ മനുഷ്യജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ തീ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. മിന്നലിൽ നിന്നും അഗ്നിപർവ്വതങ്ങളിൽ നിന്നും മറ്റുമൊക്കെയായി ഉണ്ടാവുന്ന തീയെ അത്ഭുതത്തോടെ നോക്കി നിന്നിരുന്ന മനുഷ്യൻ പിന്നീട് കല്ലുകളും മരക്കഷ്ണങ്ങളും ഉരസി ഘർഷണം ഉപയോഗിച്ച് ആവശ്യാനുസരണം തീയുണ്ടാക്കാൻ ആരംഭിച്ചു. അങ്ങനെ ചൂടിനും പാചകത്തിനും ഉപകരണങ്ങൾ നിർമ്മിക്കാനും തീ ഉപയോഗിച്ചു തുടങ്ങി. തണുത്ത പ്രദേശങ്ങളിൽ താമസിക്കാൻ അങ്ങനെ മനുഷ്യന് സാധിച്ചു. വേവിക്കുന്നത് ഭക്ഷണത്തെ കൂടുതൽ രുചികരമാക്കി എന്ന് മാത്രമല്ല, പോഷകമൂല്യങ്ങൾ വർദ്ധിപ്പിക്കുകയും അതിലുള്ള രോഗാണുക്കളെ നശിപ്പിക്കുകയും ദഹനം എളുപ്പമാക്കുകയും അങ്ങനെ അവൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ചെയ്തു. തീയുടെ നിയന്ത്രണം നിരവധി സാങ്കേതിക മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. ആയുധങ്ങളും ഉപകരണങ്ങളും മൺപാത്രങ്ങളും ഉണ്ടാക്കാനായി. പാത്രങ്ങളുടെ നിർമ്മാണം ഭക്ഷണവും വെള്ളവും സംഭരിക്കുന്നതിനും പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നതിനും അവനെ സഹായിച്ചു. ആയുധങ്ങൾ മൃഗങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നൽകി. ഇവയൊക്കെ സ്ഥിരതയുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയുണ്ടാകാൻ സഹായകമായി. തീയിനെ നിയന്ത്രിക്കാൻ അവൻ കൂടുതൽ പഠിച്ചതോടെ അയിരുകളിൽ നിന്ന് ലോഹങ്ങൾ വേർതിരിച്ചെടുക്കാനും കൈകാര്യം ചെയ്യാനും സാധിക്കുക വഴി ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിലും മറ്റു നിർമ്മാണത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി. ശിലായുഗത്തിൽ നിന്ന് വെങ്കലയുഗത്തിലേക്കും ഇരുമ്പ് യുഗത്തിലേക്കുള്ള കുതിപ്പ് സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾക്ക് അടിത്തറ പാകി. തീയിനു ചുറ്റും ഒരുമിച്ചിരിക്കുന്നതും മറ്റും വിവിധ സമൂഹങ്ങളുടെയും ആചാരങ്ങളുടെയും കൂടിച്ചേരലിനു കാരണമാവുക വഴി സാമൂഹിക മാറ്റങ്ങളുമുണ്ടായി. ആവി എഞ്ചിനുകളുടെ കണ്ടുപിടുത്തം ഗതാഗതത്തെയും വ്യാവസായികവൽക്കരണത്തെയും പുരോഗതിയിലേക്ക് നയിച്ചു. പരിശുദ്ധ ഖുർആനിലെ സൂറ 56 71 മുതൽ 73 വരെയുള്ള ആയത്തിൽ അള്ളാഹു നമ്മോട് പറയുന്നത് കാണുക: നിങ്ങൾ ഉരസിക്കത്തിക്കുന്നതായ തീയിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളാണോ അതിൻ്റെ മരം സൃഷ്ടിച്ചുണ്ടാക്കിയത്? അതല്ല, നാം ആണോ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ? നാം അതിനെ നരകത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാക്കിയിരിക്കുന്നു, ദരിദ്രരായ സഞ്ചാരികൾക്ക് ഒരു ജീവിത സൗകര്യവും. ഒരു ഇന്ധനം അതിൻ്റെ ഇഗ്നീഷൻ പോയിന്റിലേക്ക് അഥവാ അതിൻ്റെ ജ്വലന താപനിലയിലേക്ക് ചൂടാക്കപ്പെടുമ്പോൾ ഓക്സിജന്റെ സഹായത്തോടെ നടക്കുന്ന ഒരു രാസപ്രവർത്തനമാണ് തീ. ആവശ്യത്തിന് ചൂടും ഇന്ധനവും ഓക്സിജനും ഉള്ളിടത്തോളം ഇത് തുടർന്നുകൊണ്ടിരിക്കും. ഇന്ധനം, ഓക്സിജൻ, ചൂട് എന്നിവയെ ഫയർ ട്രയാങ്കിൾ എന്ന് വിളിക്കപ്പെടുന്നു. ലഭ്യമായ ഓക്സിജന്റെ അളവ് അനുസരിച്ച് ജ്വലനം മന്ദഗതിയിലോ വേഗത്തിലോ ആകാം. വാതകങ്ങൾക്കിടയിൽ മാത്രമേ ജ്വലനം ഉണ്ടാകൂ. ഇന്ധനങ്ങൾ ഖരമോ ദ്രാവകമോ വാതകമോ ആവാം. തീ ഉൽപ്പാദിപ്പിക്കുന്ന രാസപ്രവർത്തന സമയത്ത് ഇന്ധനം അതിൻ്റെ ജ്വലന താപനിലയിലേക്ക് ചൂടാക്കപ്പെടുകയും ഇതിനകം അത് ഒരു വാതകമല്ലെങ്കിൽ അതിൻ്റെ ഉപരിതലത്തിൽ നിന്ന് വാതകങ്ങൾ പുറത്തുവിടുകയും ചെയ്യുന്നു. പൂർണ്ണമായ ജ്വലനത്തിൽ പുകയോ മറ്റു ഉൽപ്പന്നങ്ങളോ ഉണ്ടാവുകയില്ല. ജലവും കാർബൺ ഡൈ ഓക്സൈഡും മാത്രമേ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. തീജ്വാല സാധാരണയായി നീല നിറത്തിലാണ് കാണപ്പെടുക. എന്നാൽ ആവശ്യത്തിന് ഓക്സിജൻ ലഭ്യമല്ലെങ്കിൽ അപൂർണമായ ജ്വലനം സംഭവിക്കുകയും ജലം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയ്ക്കു പുറമെ കാർബൺ മോണോക്സൈഡ്, പുക എന്നിവയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതിന് ചൂട് കുറവായിരിക്കും. തീജ്വാല സാധാരണയായി മഞ്ഞയോ ഓറഞ്ചോ നിറത്തിലാവും. ജ്വലനം ഒരു എക്സോതേർമിക് റിയാക്ഷനാണ്, അഥവാ ചൂടിനെ ഇത് പുറത്തേക്ക് വിടുന്നു, അതോടൊപ്പം വെളിച്ചത്തെയും. ജ്വലനത്തിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപമാണ് തീയെ നിലനിർത്തുന്നത്. തീജ്വാലയുടെ ചൂട് ശേഷിക്കുന്ന ഇന്ധനത്തെ ജ്വലന താപനിലയിൽ എത്തിക്കാൻ സഹായിക്കുകയും തീ പടരുകയും ചെയ്യുന്നു. ആവശ്യത്തിന് ഇന്ധനവും ഓക്സിജനും ഉള്ളിടത്തോളം തീ കത്തിക്കൊണ്ടേയിരിക്കും. ഭൂമിയുടെ ഗുരുത്വാകർഷണം അഗ്നിജ്വാല എങ്ങനെ കത്തുന്നുവെന്നതിനെ സ്വാധീനിക്കുന്നുണ്ട്.
തീജ്വാലയിലെ എല്ലാ ചൂടുള്ള വാതകങ്ങളും ചുറ്റുമുള്ള വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. അതിനാൽ അവ മുകളിലേക്ക് നീങ്ങുന്നു. അതുകൊണ്ടാണ് തീ സാധാരണയായി മുകളിലേക്ക് പടരുന്നത്. തീജ്വാലകൾ എല്ലായ്പ്പോഴും മുകളിലേക്കായി കാണപ്പെടുന്നു. പരിശുദ്ധ ഖുർആനിലെ സൂറ 2 24 ഓർമ്മയിലുണ്ടാവുക. മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകാഗ്നിയെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചു കൊള്ളുക. സത്യനിഷേധികൾക്കു വേണ്ടി ഒരുക്കിവെക്കപ്പെട്ടതാകുന്നു അത്.